ശ്യാംരാജ്, ഈ അംഗനവാടി ആശാപ്രവർത്തകർക്കൊക്കെ 1000 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരം വർധനകളൊക്കെ വരാൻ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയം വരെ അവരെ കാത്തു നിന്നു എന്നുള്ളതാണ്. അതായത് ഇത് ഒരു ഒറ്റപ്പെട്ട പ്രഖ്യാപനമല്ല. നമ്മൾ ഓരോ പ്രഖ്യാപനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഇതാണ് അവസ്ഥ. ഇത്രയും എന്നുള്ളത് മാത്രമല്ല, മാസങ്ങൾ പൊരിവെയിലത്ത് സമരം ചെയ്തവരാണ്, പെരുമഴയത്ത് അതെല്ലാം ഏറ്റുവാങ്ങി സമരം ചെയ്തപ്പോ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇതൊക്കെ സംഭവിച്ചിട്ടൊന്ന് തിരിഞ്ഞു നോക്കാത്ത സർക്കാരാണ്. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ അത് ഇന്നും നമ്മുടെ പൊതുസമൂഹം ഓർക്കുന്നുണ്ടാകും എന്നുള്ളതാണ്. അതായത് ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഇതൊരു ഉത്തരവായി വരുമ്പോഴേക്കും പുതിയൊരു സർക്കാർ വന്നു കഴിയും. അതായത് ഒരു ചില്ലിക്കാശ് ഇതിനു വേണ്ടി ചെലവാക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ശ്യാംരാജ്, നോക്കൂ, ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു ധനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മര്യാദ കാണും. ഈ വെറുതെ ഈ വായി തോന്നുന്നത് വിളിച്ചു പറയുകയും അവസാന നിമിഷം വന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളൊക്കെ ഇതൊക്കെ വിശ്വസിക്കും എന്നാണ് ഇവർ കരുതിയിരിക്കുന്നത്. ഈ ഇൻ്റർനെറ്റിൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ വിരൽത്തുമ്പിൽ എല്ലാ വിവരങ്ങളും കിട്ടുന്ന ഒരു സമയത്ത് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ കണ്ട് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിലായിക്കോട്ടെ, അംഗനവാടി അവിടെ ഹെൽപ്പർമാരുടെ ആയമാരുടെ ഒക്കെ കാര്യത്തിലായിക്കോട്ടെ, ഇത് ആശാ വർക്കർമാരുടെ സമരത്തിൻ്റെ സമയത്ത് എന്തായിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ വലിയ മുദ്രാവാക്യം? എന്തായിരുന്നു? കേന്ദ്ര സർക്കാർ കൊടുത്തില്ല എന്നായിരുന്നു. ഇപ്പം എന്താ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി എങ്ങനെ സാധിച്ചത്? ഇപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, കൊടുക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ സാധിച്ചത്? ഇന്നത്തെ ബാലഗോപാലിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്ന് വായിക്കാം. ഞാനത് കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു പോയി. ലോകത്തിനൊപ്പം കേരളത്തിനും സഞ്ചരിക്കാമെന്ന് നാം തെളിയിച്ചു. ലോകത്തിനൊപ്പം കേരളം സഞ്ചരിക്കുക തന്നെ വേണം. ലോകത്തിനൊപ്പം ലോകത്തിനേക്കാളൊക്കെ മുകളിൽ കേരളവും മലയാളികളൊക്കെ എത്തുകയും തന്നെ വേണം. അതിനൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഇവർ സ്വയം ധരിച്ചു വെച്ചിരിക്കുന്നത്, ഇവർ സ്വയം ധരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്നത് കേരളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വേറിട്ട ഒരു ഇടമാണ് എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് മലയാളികൾ അവൻ കഷ്ടപ്പെട്ടിട്ട് ഗൾഫിൽ പോയി പണം ഉണ്ടാക്കിയതും, ഈ തിരുവിതാംകൂറിലെ പാവപ്പെട്ട കർഷകർ റബ്ബർ വെട്ടി പണം ഉണ്ടാക്കിയതും, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യവും കഴിവും ഉണ്ടായതുകൊണ്ടുമൊക്കെ പഠനത്തിലൊക്കെ ഉണ്ടാക്കിയ മികവ് അത് അവർ അവകാശപ്പെടുന്ന ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് മാത്രം വന്നാണെന്നാണ്. എന്നിട്ട് ഒരു നാണവുമില്ലാതെ ഒരു ഉളുപ്പില്ലാതെ വിളിച്ച് എന്നിട്ട് പറയല്ലേ ലോകത്തിനൊപ്പം സഞ്ചരിക്കാമെന്ന് തെളിയിച്ചു. ഞാൻ ചോദിക്കട്ടെ, 10 വർഷം മുമ്പ് കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? 10 വർഷം മുമ്പ് കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? എന്തു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? ഇനി അങ്ങനെ, അതായത് കേരളം രൂപീകൃതമായ സമയം മുതൽ ഇപ്പോൾ വരെ ഉണ്ടാകുന്ന നമ്മുടെ ഒരു മികവുണ്ട്. അതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്. ആ കാരണങ്ങൾ അതിലോട്ട് ഇപ്പോൾ നമ്മൾ ചർച്ച പോകേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിരുന്നാലും അതിനപ്പുറത്തേക്ക് മലയാളിയുടെ മികവിനെ സ്വന്തം കീശയിലാക്കുന്നതിനപ്പുറത്തേക്ക് ഇവരെന്താണ് ചെയ്തിട്ടുള്ളത്? ഇനി ഡിഗ്രി വിദ്യാഭ്യാസം ഇനി സൗജന്യമാണെന്ന് പറഞ്ഞു. ഇവർ എങ്ങനെ ഈ ഫീസെല്ലാം കൂടി വെറുതെ എടുത്ത് കൊടുക്കുന്നു ഇവർ പറയുന്നു. എവിടെയാണ് പറയുന്നത്? കേൾക്കുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട്, പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട്. ഡിഗ്രി വിദ്യാർത്ഥികൾ ഏത് ഗവൺമെൻറ് കോളേജുകളിൽ എവിടെ ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്? പുസ്തകം ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോകണം. അത് കിട്ടേണ്ട ഗ്രാൻഡ് ഇതുവരെ കൊടുക്കാത്തവരാണ്. അതായത് കുട്ടികൾക്ക് SC/ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് ഇതുവരെ ഗ്രാൻഡ് കിട്ടേണ്ടത് 4-5 വർഷമായിട്ട് മുടങ്ങിപ്പോയിരിക്കുകയാണെന്ന്. ഇപ്പോൾ നമ്മളെയൊക്കെ വിളിച്ചിട്ട് എത്രയോ ആളുകൾ പറയുന്നു എന്നറിയാം, ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല, സ്കൂളുകളിൽ ഗ്രാൻഡ് കിട്ടുന്നില്ല. അങ്ങനെ പഠിത്തം നിർത്തേണ്ടി വരുന്ന നിരവധിയായിട്ടുള്ള കുട്ടികൾ നിലവിലുള്ളപ്പോൾ തന്നെ ഇവർ പറയുകയാണ് ഡിഗ്രി വിദ്യാഭ്യാസം ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? അതുമാത്രമൊന്നുമില്ല, കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വന്യജീവി സംഘർഷം തന്നെയാണ്. ഇവർ കഴിഞ്ഞ തവണ എന്താണെന്ന് ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ തവണ പോലും, കഴിഞ്ഞ ബഡ്ജറ്റിൽ പോലും നീക്കിവെച്ച തുകയുടെ 30-40% മാത്രം ഉപയോഗിച്ച് ജനങ്ങളെ മുഴുവൻ വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത സർക്കാർ ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തു തരുന്നു എന്ന്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നോക്കൂ, ഇവിടെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കബളിപ്പിച്ചിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പണമെടുത്ത് പുട്ടടിച്ച് കൊഴുത്ത് വീർക്കുന്നതിനപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തേക്ക് ഈ സർക്കാരിന് എന്താണ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്? ഒരു കാര്യം പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ PSC എടുത്ത് നോക്കൂ. കേരളത്തിലെ PSC മെമ്പർമാരുടെ, ചെയർമാനടക്കമുള്ള PSC മെമ്പർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 21 അത് ചെയർമാന് 4 ലക്ഷം, മെമ്പർമാർക്കെല്ലാം 3 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുകയാണെന്ന്. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള 24 കോടിയോളം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ എത്രയാണെന്നറിയോ? പരമാവധി അവിടുത്തെ ഉത്തർപ്രദേശിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരമാവധി എണ്ണം 9 നിലവിൽ 6 പേരേ ഉള്ളൂ. അതായത് 24 കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിൽ 6 മെമ്പർമാർ മാത്രം PSCയിലുള്ളപ്പോൾ 3.5-4 കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ 21 മെമ്പർമാരെയും വെച്ചിട്ട് അവർക്കെല്ലാം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പോറ്റുകയാണ് സർക്കാർ. ഏത് സർക്കാർ? ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇവരുടെ ആളുകൾ.
ഇതാണ് നിലവിൽ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതല്ലാതെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട്, അടിസ്ഥാന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് യാതൊന്നും ഈ സർക്കാർ ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റുമില്ല. ഇതാ അടുത്ത കള്ളം, ലൈഫ് പദ്ധതി വഴി 5,25,000 വീടുകൾ. എന്ത് കള്ളമാണ്! ഞാൻ കാണിച്ചു തരാം, ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ ചർച്ചയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുകളുണ്ടെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന്. ഡസൻ കണക്കിന് പണി പൂർത്തിയാവാത്ത ലൈഫ് മിഷൻ്റെ വീടുകൾ പൂർത്തിയാക്കിയിട്ടില്ല, അതിനുള്ള പണം കൊടുത്തിട്ടില്ല. പല ആളുകളോടും നിങ്ങൾക്ക് എന്താ ചെയ്യാന്നറിയോ? അത് ജനങ്ങൾ മനസ്സിലാക്കണം. എന്താ ചെയ്യാന്നറിയോ? നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ സ്വത്തുവകകളോ നിങ്ങളുടെ കയ്യിലുള്ള ആകെ 1.5 പവൻ 1 പവൻ സ്വർണം കൊണ്ട് പണയം വെച്ചിട്ടോ നിങ്ങൾ വീട് തുടങ്ങിക്കോന്ന് പറയും, വീടിൻ്റെ പണി തുടങ്ങിക്കോന്ന് പറയും. വീടിൻ്റെ പണി അങ്ങനെ കയ്യിലെ 1.5 പവൻ പൊന്ന് കൊണ്ട് പണയം വെച്ചിട്ട് വീട് പണി തുടങ്ങിയിട്ട് ആ വീടിൻ്റെ പോലും പണം കൊടുക്കാത്ത 100 കണക്കിന് വീട് കേരളത്തിലുണ്ടെന്നേ. അപ്പോൾ ലൈഫ് മിഷൻ്റെ കീഴിൽ വീടുകൾ പൂർത്തീകരിച്ചിട്ടില്ല. 1 കോടിയിലധികം പേരെ കടക്കണിയിൽ നിന്ന് രക്ഷിച്ചു. എവിടെ നിന്ന് ഈ കണക്കെന്താ? 1 കോടിയിലധികം വരുന്ന ആളുകളെ കടക്കണിയിൽ നിന്ന് രക്ഷിച്ചു എന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ പറയുമ്പോൾ അതിൻ്റെ കണക്ക് എവിടെ നിന്നാ? അതിദാരിദ്ര്യമുക്ത പദ്ധതി നടപ്പാക്കിയ ലോകത്തിലെ കണ്ടോ, അതിദാരിദ്ര്യമുക്ത പദ്ധതി നടപ്പിലാക്കിയ ലോകത്തിലെ ഏക സംസ്ഥാനം. പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ട. എന്താ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്? ചുമ്മാ ലോകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അങ്ങോട്ട് വിശ്വസിക്കുന്നോ? ഇനി ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലേക്ക് ഫെഡറൽ സംവിധാനം ഇങ്ങനെ തന്നെയാണെന്നോ? ഇനി ആ രാജ്യങ്ങളിലെ സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ നടത്തിയിട്ടുണ്ടെന്നോ ഇല്ലെന്നോ? അല്ലെങ്കിൽ നമ്മുടേതുപോലെയുള്ള ഒരു സംവിധാനമാണ് മറ്റിടങ്ങളിലുള്ളതെന്ന്? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ഇതിൻ്റെ ഡെപ്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ആഴത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഈ വലിയ വായിൽ പൊങ്ങച്ചം പറയുക ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വലിയ വായിൽ പൊങ്ങച്ചം പറയുക, ജനങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ പൊങ്ങച്ചം പറയുക, ജനങ്ങളുടെ പണമെടുത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട ഈ തുടക്കം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആശാവർക്കർമാർ മുടിമുറിച്ച് സമരം ചെയ്യുമ്പോൾ, PS ജോലി കിട്ടാത്ത ചെറുപ്പക്കാർ മുട്ടിൽ ഇഴഞ്ഞ് സമരം ചെയ്യുമ്പോൾ, മറുവശത്ത് PSC മെമ്പർമാർ പാർട്ടിക്കാരെ തിരികെ കയറ്റി അവർ സാധാരണ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് തിന്നുകൊഴുക്കുമ്പോൾ, കേരളത്തിലെ 100 കണക്കിന് വരുന്ന ആദിവാസി കുട്ടികൾ ഗ്രാൻഡ് ലഭിക്കാനാവാതെ പഠിത്തം നിർത്തേണ്ടി വരുമ്പോൾ, 100 കണക്കിന് SC വിഭാഗത്തിൽപ്പെട്ടുള്ള കുട്ടികൾ പണം അവർക്കുള്ള ഗ്രാൻഡ് കിട്ടാതെ പഠിത്തം നിർത്തേണ്ടി വരുമ്പോൾ, റബ്ബർ കർഷകർ നെൽ കർഷകർ കടക്കണിയിലായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുമ്പോൾ, റബ്ബർ കർഷകർക്ക് താങ്ങുവില കിട്ടാതെ അവർ റബ്ബറെല്ലാം കൂടി വെട്ടി അതിൽ പൈനാപ്പിൾ അവരുടെ പറമ്പിൽ വെക്കേണ്ടി വരുമ്പോൾ ഈ സർക്കാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ 2 മാസത്തേക്ക് കഴിഞ്ഞ 9 വർഷം 9.5 വർഷം ഈ സർക്കാർ എന്താ ചെയ്തിട്ടുള്ളത്? കേരളത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. എത്രയോ പേരാണ് മൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഞാനൊരു ഇടുക്കിക്കാരനാണ്. എൻ്റെയും നാട്ടിലിപ്പോൾ ആനയുടെ ശല്യമാണ്. ഒന്നും ചെയ്യുന്നില്ല ഈ സർക്കാർ. ആകപ്പാടെ ഒരു ഫെൻസിങ് ഇട്ടു, ആ ഫെൻസിങ്ങിൽ കറണ്ടും ഇല്ല. ആ ഫെൻസിങ് ഇപ്പോൾ ആന അടിച്ച് കളയുകയും ചെയ്തു. ആന മരം മറിച്ചിട്ടു അത് പോവുകയും ചെയ്തു. ഇവർ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കള്ളം എന്തൊക്കെയായിരുന്നു? ഇവിടെ വന്യജീവി സംഘർഷം, മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം വരുമ്പോൾ ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ തലയിലാണെന്നാണല്ലോ. ഇപ്പോൾ എവിടെ നിന്നാണ് ഈ ബഡ്ജറ്റിലോട്ട് ഈ പണം മാറ്റിവെക്കാൻ ഇവരെ കൊണ്ട് പണം കിട്ടിയത്? എവിടെ നിന്നാണ്? ഈ AK ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വകുപ്പിൻ്റെ മന്ത്രി എന്തിനാ? ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ തലയിലാണെങ്കിൽ, ഇതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നതാണെങ്കിൽ സംസ്ഥാനത്തിന് ഇങ്ങനെ ഒരു മന്ത്രി എന്തിനാന്ന്?